അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനക്കലി. കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. 2 ദിവസത്തിനിടെ പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് 3 പേർക്ക്. അതിദാരുണമായ സംഭവങ്ങൾ നടന്നിട്ടും ജില്ലാ കളക്ടറോ വനം വകുപ്പ് മേധാവികളോ സ്ഥലത്തെത്താതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കി. വാഴച്ചാൽ ആദിവാസി ഉന്നതിയിലെ 35 വയസ്സുള്ള സതീഷ്, ഇയാളുടെ ബന്ധു 38 വയസ്സുള്ള അംബിക എന്നിവരാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് മുകളിൽ വഞ്ചിക്കടവിൽ വിഷുദിനത്തിൽ രാത്രി അതിദാരുണമായി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് പുഴയോരത്ത് കുടിൽ കെട്ടി താമസിക്കുന്ന സ്ഥലത്തായിരുന്നു ആനകളെത്തി ആക്രമിച്ചത്. സതീഷിന്റെ ഭാര്യ രമ, അംബികയുടെ ഭർത്താവ് രവി എന്നിവരും കുടിലിൽ ഉണ്ടായിരുന്നു. പാറപ്പുറത്ത് ഉറങ്ങുന്നതിനിടെ ഓടിയെത്തിയ ആനകളിൽ ഒന്ന് സതീഷിനെ ആക്രമിക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടെ അംബിക പാറക്കൂട്ടത്തിൽ തലയിടിച്ച് പുഴയിലേക്ക് വീണതാകാമെന്ന് കരുതുന്നു. വിഷുത്തലേന്ന് കാട്ടാന ആക്രമണത്തിൽ അതിരപ്പിള്ളി അടിച്ചിൽത്തൊട്ടി ആദിവാസി ഉന്നതിയിലെ സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടിരുന്നു. അതിരപ്പിള്ളി പോലീസും ചാർപ്പ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരും എത്തിയാണ് മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചത്. വിവരമറിഞ്ഞ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെത്തിയ ബെന്നി ബെഹനാൻ എംപിയും കോൺഗ്രസ് നേതാക്കളും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ജില്ലാ കളക്ടർ സ്ഥലത്തെത്താതെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനാകില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ചാലക്കുടി ഡിവിഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പോലീസും രംഗത്തെത്തി. വെള്ളത്തിൽ കിടന്നിരുന്ന അംബികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് തർക്കത്തിനിടയാക്കി. പോലീസുമായി ഉന്തും തള്ളും നടന്നു. എന്നാൽ അംബികയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ബന്ധുക്കളെത്തിയതോടെ തർക്കം അയഞ്ഞു. സതീഷിന്റെ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും അംബികയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പോസ്റ്റ്മോർട്ടം നടത്തി. സതീഷിന്റെ മരണം ആനയുടെ ചവിട്ടേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. വാരിയെല്ലുകൾ തകർന്നു. ശ്വാസകോശത്തിലും കരളിലും വാരിയെല്ലുകൾ തുളച്ചുകയറി. രക്തം വാർന്നാണ് മരണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. TCV ന്യൂസ്, ചാലക്കുടി.